കുറ്റം, ശിക്ഷ, നീതി, ശരിയായ അർത്ഥത്തിൽ ഇത് മൂന്നും വെളിവാക്കിയ ഒരു വിധിന്യായമാണ് അബ്ദുൾ റഹീമിൻ്റെ വിഷയത്തിൽ സൗദി കോടതി വിധിച്ചത്. ആ വിധിന്യായം നീതിയും കുറ്റവും ശിക്ഷയും ഇതിൻ്റെ വിവിധ അവസ്ഥാന്തരങ്ങൾ നോക്കിക്കണ്ട് ചിലപ്പോഴൊക്കെ സഹതപിക്കുകയും ചിലപ്പോഴൊക്കെ ക്ഷോഭം വരികയും ഒക്കെ ചെയ്യുന്ന ലോകത്തിന് ഒരു മാതൃകയാണ്. അതിൻ്റെ വിധിന്യായമാണ് ഇന്ന് തീർപ്പായത്. 20 വർഷം ശിക്ഷ അനുഭവിക്കണം. ഇതുവരെ 19 വർഷം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി 1 വർഷം കൂടി. അടുത്ത വർഷം മാത്രമാണ് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കുക, ആ മോചനം സാധ്യമാകുക. നോക്കൂ അതിൻ്റെ നാൾവഴികൾ എത്ര കൃത്യമായി ഇതിനെ ഓരോന്നിനെയും നിർവചിച്ചിരിക്കുന്നു എന്ന്. നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നാൽ അത് രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ ആ ശിക്ഷിക്കുന്നതിന് മുമ്പായി അതിൻ്റെ വിവിധ തെളിവുകളുടെ വിചാരണയുമായി അങ്ങ് സുപ്രീം കോടതിയിൽ വരെ കുറഞ്ഞത് ഒരു 3 മുതൽ 10 വർഷം വരെ പുറത്തുണ്ടാവും. അതിനുശേഷം ശിക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വിവിധ ഘട്ടങ്ങളിലായി പരോളുകളുണ്ടാവും. ചുരുക്കത്തിൽ ആകെ പറയുന്ന കാലാവധി ഇങ്ങനെ പറയുമെങ്കിലും അതിൽ പകുതി ദിവസങ്ങളിലും പുറത്തായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസം വരുമ്പോൾ, ഇപ്പോൾ കാരണവർ വധക്കേസിൽ ഷെറിനൊക്കെ വേണ്ടി ആരൊക്കെയോ ഇടപെട്ടതുപോലെ എവിടെ നിന്നൊക്കെയോ ഇടപെടലുകളെത്തി ഈ ആൾ പുറത്തിറങ്ങും. ഒരുപക്ഷെ ആ അർഹിക്കുന്ന ശിക്ഷ എന്ന വാക്ക് അന്വർത്ഥമാക്കും വിധം പോലുമുള്ള ഒന്നും ആ കുറ്റകൃത്യം ചെയ്തവന് സംഭവിക്കുകയില്ല. എന്നാൽ ഈ അബ്ദുൾ റഹീം എന്ന ആൾ പ്രതിയായ കേസിൽ ആ നടന്ന നാൾവഴികൾ ഒന്ന് കടന്നു പോകേണ്ടതാണ്. അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു, കയ്യബദ്ധത്തിൽ സംഭവിച്ചു എന്നൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നവർ പറയുന്നതെങ്കിലും അത്രമേൽ അതൊരു കയ്യബദ്ധം ഒന്നുമല്ല എന്നുള്ളത് അത് അടുത്തു നിന്നറിയാവുന്നവർക്കും അതിൻ്റെ ചരിത്രമറിയാവുന്നവർക്കും നന്നായി അറിയാം. അതിനി ഇവിടെ വിചാരണ ചെയ്യുന്നില്ല. കാരണം അത് വിചാരണ ചെയ്യേണ്ടത് മാധ്യമങ്ങളിലോ വ്യക്തികളോ അല്ല. അതിനുചിതമായ രീതിയിൽ ആ വിചാരണ ചെയ്ത കോടതിയാണ്. ആ കോടതി വിചാരണ ചെയ്താണ് അബ്ദുൾ റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അതിനാണ് ബ്ലഡ് മണിയായി 34 കോടി രൂപ ഒരു ഉമ്മയുടെ കണ്ണീരിന് പകരമായി സമാഹരിച്ച് നൽകിയത്. ഒരുപാട് പ്രവർത്തകർ, സംഘടനകൾ, ആളുകൾ ഒക്കെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിച്ചു. ആ പരിശ്രമിച്ചവരെ വെട്ടി വളരെ പെട്ടെന്ന് വാർത്താ പ്രാധാന്യം നേടുന്ന ചിലരൊക്കെ രംഗത്ത് വന്നു. അതൊക്കെ അതിനുള്ളിലെ മലയാളി മാതൃകകളായ ചക്കളത്തി പോരാട്ടങ്ങൾ. അതങ്ങോട്ട് മാറ്റിവെക്കാം. ഒടുവിൽ ഈ തുക കൊടുത്തപ്പോൾ പിന്നെ എല്ലാവരും കാത്തിരുന്നത് നാളെ മോചനം, നാളെ മോചനം, നാളെ മോചനം എന്ന് വിചാരിച്ചാണ്. പക്ഷേ കോടതി ഇപ്പോൾ കൃത്യമായി അതിന് വിധി പറഞ്ഞിരിക്കുന്നു. വധശിക്ഷ മാറ്റിവെച്ചത് ശരിയാണ്. അതിനാണ് നിങ്ങൾ ബ്ലഡ് മണി കൊടുത്തത്. നഷ്ടപ്പെട്ടവൻ്റെ ദുഃഖത്തിന് അവൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ ഇനി ഒരിക്കലും ആ ശിക്ഷ ആരും ആവർത്തിക്കാത്തവണ്ണം 34 കോടി രൂപയൊന്നും ആർക്കും കൊടുക്കുക സാധ്യമല്ല. പക്ഷേ അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നത് എന്താണോ അത് നൽകണം. നഷ്ടം അവരുടേതാണ്. അത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതിന് കാരണമായി. പിന്നീട് എല്ലാ ദിവസവും ഇത് അന്വേഷിക്കലായിരുന്നു. ഈ ആഴ്ച ഉണ്ടാകുമോ, അടുത്ത ആഴ്ച ഉണ്ടാകുമോ. ഒടുവിൽ വിധി വന്നപ്പോഴോ 20 വർഷം ഇതിന് ശിക്ഷ അനുഭവിക്കണം. നമ്മുടെ നാട്ടിൽ ജീവപര്യന്തമെന്ന് പറയാറുണ്ട്. 12 വർഷം, 10 വർഷം, 13 വർഷമൊക്കെ. എന്നിട്ട് ശിക്ഷാ കാലയളവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നൊക്കെ പറയും. പിന്നെ ആദ്യം മുതൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ദിവസം മുതൽ കൂട്ടും. പിന്നെ പരോളും മറ്റുള്ളവയും ഒക്കെ കൂട്ടുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഫലത്തിൽ 5, 6, 7 വർഷമാണ് ഈ ആളകത്ത് തുടരുക. ഇത് 20 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം പുറത്തിറങ്ങാം. ഇത്രയും നാൾ കിടന്ന 19 വർഷം ആ കാലാവധി അങ്ങനെ തന്നെ കൂട്ടും. ഇനി 1 വർഷം കൂടി. കൃത്യമല്ലേ? കുറ്റം, വിചാരണ, വിധി, ന്യായം, ശിക്ഷ, ബ്ലഡ് മണി ഇതെല്ലാം വളരെ വെൽ ഡിഫൈൻഡാണ്. ഒരുപാട് എഴുതപ്പെട്ട ഭരണഘടനയൊന്നും അത് നടത്തുന്ന രാജ്യത്തുണ്ടാവും എന്നെനിക്കറിയില്ല. പക്ഷേ ആ ശരിയെയും തെറ്റിനെയും അതിനർഹിക്കുന്ന ശിക്ഷ നൽകുന്ന കാര്യത്തിലും അവിടെ മറ്റ് ബാധ്യതകളൊന്നുമില്ല, ചരടുകളില്ല, സ്വാധീനങ്ങളില്ല. എല്ലാം വഴിയാമണ്ണം നടക്കും. അതാണ് കണ്ടത്. യമനിയായ ഒരാളിനെ സൗദി പൗരൻ ചെയ്താലും ഇതേ വധശിക്ഷ. ഇന്ത്യക്കാരനായ ഒരാളിനെ അവിടുത്തെ നാട്ടുകാരനൊരാൾ ചെയ്താലും അതേ ശിക്ഷ, ഇതേ പ്രൊസീജിയർ. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത.